ഹലോ ഗൈസ്, അച്ചുമോൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പുരാതനമായ ഒരു വാഹനത്തെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയാൻ വയ്യാത്തതും പഴയ കാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നതും മറ്റ് ചരക്ക് കാര്യങ്ങൾ മാർക്കറ്റുകളിൽ എത്തിച്ചിരുന്നതുമായ കാളവണ്ടി എന്ന ഒരു കാളവണ്ടിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇപ്പോൾ കാളവണ്ടിയൊന്നും പൊതുവെ കാണുന്നില്ല. അത് മെയിൻ്റെനൻസ് ചെയ്ത് നല്ല വൃത്തിക്കിട്ടിരിക്കുന്ന ഒരു ചായനുണ്ട്. ആ ചായൻ്റെ കാളവണ്ടിയും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇപ്പോഴത്തെ തലമുറകൾക്ക് സിനിമകൾ മുഖേനയൊക്കെ കാളവണ്ടി കണ്ടിട്ടുള്ളൂ. ഇത് നമ്മൾ അത് കാരണം ഇങ്ങനെ ഒരു കാളവണ്ടിയെക്കുറിച്ചും മറ്റുള്ള കാര്യം അറിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് ഗൈസ്. ഒന്ന് കണ്ടു നോക്കുക. നല്ല വെളുത്ത അടിപൊളി കാളക്കൊട്ടന്മാരാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുങ്ങളെ വണ്ടി കെട്ടി വണ്ടി ജസ്റ്റ് ഒന്ന് നെടുങ്കുന്നം വഴിയാക്കി ഓടിച്ചോട്ട് വരും. കാരണം ഇപ്പോഴത്തെ ഈ ട്രാഫിക് കാരണം ബുദ്ധിമുട്ടാണ് ഈ കാളവണ്ടി റോഡിൽ കൂടെ ഓടിക്കാൻ തന്നെ. അത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അത് ഇപ്പം ടൗണിൽ കൊണ്ട് ഓടിക്കാൻ പറ്റൂ. അച്ചായനാണ്, ഇതാണ് അച്ചായൻ. അച്ചായൻ്റെ മോനാണ് നമ്മളോട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ. കാളവണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയാൻ വേണ്ടി നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസായ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എടുക്കാം. ഞങ്ങളുടെ വല്യപ്പന്മാരുടെ കാലം മുതലേ ഉണ്ടായിരുന്നതാണ് ഈ കാളവണ്ടി. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അന്ന് അച്ഛനിത് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. ചിലവുകളും ഭയങ്കര ഭാരപ്പെട്ടതൊക്കെ ആണെങ്കിൽ പോലും തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാതെ ഇന്നും ഇത് പഴയൊരു ഓർമ്മ പുതുക്കാനായിട്ട് മാത്രം ഇത് കൊണ്ട് നടക്കുന്നു. പിന്നെ കല്യാണ പരിപാടികൾ, ഷൂട്ടിങ്, വിദേശികൾ ഒന്ന് അവരെ കയറ്റിക്കൊണ്ട് പോവുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം കൊറോണ വന്നോടെ അതെല്ലാമൊക്കെ ഒന്ന് സ്റ്റോപ്പായി നിൽക്കുകയാണ്. എങ്കിലും കുറഞ്ഞ അളവിലൊക്കെ പരിപാടികളൊക്കെ നടന്നു പോകുന്നുണ്ട്. എത്ര വർഷമായി കാണും ഈ വണ്ടി? ഇതിപ്പം ഒരു 15 വർഷം ആയിട്ടുണ്ട്. മെയിൻ്റെനൻസ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഞങ്ങൾ. വേറെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഇവിടെ അമ്പലത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നില്ല? അമ്പലത്തിലെ ഇത് ഘോഷയാത്ര പരിപാടി, ഏത് പരിപാടികൾ വന്നാലും നമ്മളെല്ലാ പരിപാടികളും പോകും. കല്യാണം, ഷൂട്ടിങ്, പിന്നെ സായിപ്പ് മദാമയെ കയറ്റിക്കൊണ്ട് അതായിരുന്നു മെയിൻ പരിപാടി. ഞങ്ങൾക്ക് അതായിരുന്നു. ഉണ്ട്. സാധാരണ ഒരു കാളവണ്ടിക്കകത്ത് ഇരിക്കുന്നതിനെക്കാട്ടി അതിനൊക്കെ ഉണ്ട്. ഒരു കല്യാണ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അതിനായിട്ട് അവർക്ക് പെണ്ണിന് ചെറുക്കനും ഇരിക്കാനായിട്ടുള്ള അതുപോലുള്ള ഡെക്കറേഷൻ പരിപാടികളെല്ലാം ചെയ്തൊക്കെയാണ് ഈ പരിപാടി കൊണ്ട് ചെയ്തിരിക്കുന്നത്. അതെ, എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാം ചെയ്തിട്ടേക്കാണ്. ഇത് ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോവാണ് ഇപ്പോൾ. ആണോ? അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട്, ഇപ്പോൾ വർക്കുകൾ വരുന്നുണ്ട്. കൊറോണ ഇപ്പം കുറച്ചായിട്ട് വർക്കുകൾ കുറവാണ്. കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് കുറവാണ്. എന്നാലും ഉണ്ട്, ചുരുക്കമൊക്കെയാണ്. എന്നാലും നേരത്തെ പോലുള്ള പരിപാടികളൊക്കെ കുറവാണ്, തീരെ കുറവാണ്. ഇപ്പം കുറവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ടയറിൻ്റെ പുറത്ത് കയറ്റി വെച്ചേക്കുന്നതിൻ്റെ കാരണം അത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി. ഇത് തടിയിൽ നിന്നുള്ള പരിപാടിയല്ലേ, അതുകൊണ്ട് വെള്ളം വീഴാതിരിക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ടയറാക്കി കയറ്റിയിട്ടേക്കുന്നത്. അത് ശരി. ഇതൊക്കെ നല്ല അത് മണിയാണ്, ചാവി എന്ന് പറയുന്നത്. ചാവി. ഓ ശരിയാണ്. അത് ഡോറാണ്. അത് ചവിട്ടി വിദേശികൾക്ക് സായിപ്പൻ മദാമയ്ക്കൊക്കെ ചവിട്ടി കയറാനായിട്ട് നമ്മൾ വിളിച്ചേക്കുന്നതാണ് ഒരു ഡോറ്. ഇതൊക്കെ ചവിട്ടി കയറി ഈ പലക എടുക്കാവുന്നത്. ഇതെടുത്ത് കഴിയുമ്പോൾ ഇതാ ചവിട്ടി ഇത് മേലോട്ട് പൊക്കി എടുക്കാവുന്ന. ഈ പലകൾ മേലോട്ട് രണ്ടും പുറകോട്ട് വേണ്ടി എടുക്കാവുന്ന. ഹൈറ്റ് കുഴപ്പമൊന്നുമില്ല. ഇല്ല, എന്നാ ബലമുള്ള ആളാണെങ്കിലും കയറാം, കുഴപ്പമൊന്നുമില്ല. എത്ര വെയിറ്റ് വേണേലും താങ്ങുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. വണ്ടിയൊക്കെ നല്ല ബലവത്തലുള്ള വണ്ടിയൊക്കെയാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്കൊന്നും അതവർക്കൊന്നും അതിനെപ്പറ്റി ഇതിൻ്റെ എന്താണെന്നൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. ഒരു ബൈക്കുകാരനാണേലും വന്നെന്ന് പറഞ്ഞാൽ ഇത് ഇതിലെയാണ് പോകണമെന്നോ അങ്ങനെയുള്ളതൊന്നും ഒന്നും അറിയത്തൊന്നുമില്ല. അതുപോലെയൊക്കെ കാളെ നമ്മൾ അതുപോലെ വെച്ചാൽ അത് പരിശീലിപ്പിച്ചിട്ടേക്കുന്ന കാളയൊക്കെയാണ്. വലിയ റിസ്ക് പിടിച്ച പരിപാടിയാണ് സാറേ. ഇന്നത് പഴയ കാലത്തെ പോലെ ഒന്നും വാഹനങ്ങൾ ഭയങ്കര കൂടുതലുള്ള ഗതാഗതത്തിന് കൂടുതലുള്ള സമയം കൊണ്ടായതുകൊണ്ട് വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ് ഇത് കൊണ്ടു നടക്കാനൊക്കെ. അതുപോലൊക്കെ റിസ്ക്കാണ്, ഇത് വലിയ പാടാണ്. എങ്കിലും അച്ഛൻ്റെ ആ ഒരു പഴയ ഞങ്ങളെ അല്ല, കാള ഞങ്ങൾ മേടിച്ച് ഓരോ വർഷം വരുമ്പോൾ ഇങ്ങനെ കാള മാറി ഞങ്ങൾ മേടിക്കും. സ്ഥിരമായിട്ട് 2 കാള തന്നെ അല്ല. ഒരു കൊല്ലം ഒരു കാള 2 കാള മേടിച്ചിട്ട് വളർത്തിയാൽ ഒരു 1.5 കൊല്ലം വളർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് പരിപാടി സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ വിൽക്കും. അടുത്ത സീസൺ ആകുമ്പോൾ വീണ്ടും മേടിക്കും.
ചരക്കടിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഒന്നുമില്ല. ചരക്കടിക്കേണ്ട ഒരു ഇതല്ലല്ലോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്ലല്ല ചരക്കടിക്കേണ്ട വണ്ടിയുടെ ഒരു ആ രീതിയിലല്ല ഇത് ചെയ്തേക്കുന്നത്. അതിന് ഇതൊരു ടൂറിസം മേഖലയായിട്ട് അതിനുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. സാധാരണ ഉള്ള കാളവണ്ടി എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ ഇതാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മേളിൽ കൂടൊന്നും ഇല്ല. ഇല്ല. അകത്തെല്ലാം കുഷ്യനാണ്. ആണ് എല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ടേക്കുന്നതാണ്. ആളുകൾക്ക് ഇരുന്നാലും എല്ലാം കാണാവുന്ന സാധ്യത. അതെ ഒന്നുമില്ല. ഇല്ല. കുലുക്കം അത് ചെറിയൊരു കുലുക്കമുണ്ട്. സാധാരണ ഉണ്ട്. കുലുക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് മോട്ടോർ വാഹനത്തിന്റെ ഇത്രയൊന്നും വരത്തില്ല. കാരണം അത് രണ്ട് സൈഡിൽ. അതെ ഇത്രയും വലിയൊരു വീലാണ്. അതെ. പഴയ കാലത്ത് ഇത് മണ്ണിനകത്തൂടെ മൺവഴിക്കും കല്ലിനകത്തൂടെയുള്ള വഴികളിൽ കൂടെ ഒക്കെ ഓടിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനൊന്നും ഇല്ല. അന്നൊക്കെ ചരക്കുകൾ കയറ്റിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്നില്ല. ഇന്നിപ്പം അതെ അന്നത്തെ കാലത്ത് ഇന്നത്തെ വാഹനം പോലൊന്നും വാഹനങ്ങളില്ലായിരുന്നില്ലല്ലോ. അതെ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരുന്നാ പറയുന്നത്. ഞാനും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതെ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാളവണ്ടി. തേങ്ങ പൊതിച്ചിട്ട് തേങ്ങയൊക്കെ ആയിട്ട് പോകുന്ന കാളവണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നത്. ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ പോവുകയും അങ്ങനെയൊക്കെ തിരിച്ചിങ്ങോട്ട് പലചരക്കടയിലെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വരിക. പണ്ടൊക്കെ 1-2 ദിവസം പിടിക്കും. അതെ ഇന്ന് വൈകിട്ട് പോയാലേ നാളെ രാത്രിയിലെ തിരിച്ചു വരത്തുള്ളായിരുന്നു ഇവിടെ. ഇന്നത്തെ അവസ്ഥയിൽ അതൊന്നും അല്ലല്ല. 1 മണിക്കൂർ കൊണ്ട് പോയിട്ട് വരും. കാളവണ്ടിയുടെ ഒരു പ്രത്യേകത. ഇന്നിപ്പോൾ അതുപോലെ കാളയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാള പോലുള്ള കാലം അത്രയും ഭാരം വലിക്കുകയോ അതിനുള്ള ക്ഷീണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നിപ്പം ചങ്ങനാശ്ശേരിക്കൊക്കെ ഇവിടുന്ന് കെട്ടിവിട്ട് പോയാൽ ന്യായമായ രീതിയിൽ പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ ഇവിടുന്ന് ചങ്ങനാശ്ശേരി ചെല്ലും വണ്ടി കാളയിലും. റോഡ് നല്ലതാണ്. വണ്ടിക്ക് അതിനുള്ള ഭാരമില്ല. കാള അത്ര ഉത്സാഹത്തെ നിൽക്കുക. കെട്ടിവിട്ട് പോകാനുള്ള കാള തയ്യാറെ നിൽക്കുക. റോഡിൽ പോകാനൊക്കെ ഉണ്ട്. വണ്ടിയുടെ ഈ പട്ടയുടെ ഇത് നമുക്ക് റോഡിൽ പാട് തെളിഞ്ഞു കിടക്കും. അതെ ഈ തടിയുടെ പുറത്ത് ഇത് മരപ്പെട്ടെന്ന് പറയും. ഇതിൻ്റെ പുറത്താണ് ഇരുമ്പോട്ട. അത് ഈ തീക്കകത്ത് പഠിപ്പിച്ച് കയറ്റിയിട്ടേക്കുന്നതാണിത്. ഇത് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കാളയൊക്കെ കെട്ടി വരുമ്പം അതിനൊരു പരിശീലനം കൊടുക്കാൻ നേരത്ത് മാത്രം ഇറക്കത്തിലൊക്കെ വരുമ്പം ഒരു നമ്മൾ മോട്ടോർ വാഹനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്കിന് വേണ്ടി മാത്രം ചെറിയൊരു പിടുത്തത്തിന് വേണ്ടി മാത്രം കൊടുത്തേക്കുന്നതിനും ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിൽ നമ്മുടെ കാലുകൊണ്ട് നമ്മൾ ചവിട്ടി കഴിയുമ്പോൾ ഈ കൈ മുന്നോട്ട് കൊണ്ട് ടയർ ഇത് പട്ടയായിട്ട് ഇത് ഒരിഞ്ഞ് ജാമാവും. അപ്പം കാളയ്ക്ക് ചെറിയൊരു പിടുത്തം കിട്ടും. നമുക്കിപ്പം നമ്മുടെ കിടക്കുന്ന കാളയ്ക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അത് ഏതിറക്കം വന്നാലും കയറ്റം വന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ രീതി തന്നെ അറിയാതെ ആ രീതിയിൽ തന്നെ പൊക്കോളും. പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. വണ്ടി നല്ല ഇറക്കത്തെ നിലക്കാൻ വണ്ടി നല്ലോണം താങ്ങി ഇറങ്ങി പൊക്കോളും കാള. അപ്പോൾ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ആയിക്കോട്ടെ സാറേ ചേട്ടനെ വിളിച്ചത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ചേട്ടൻ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. അപ്പം കാളവണ്ടി കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആയിക്കോട്ടെ. ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതൊരു പഴമയുടെ പ്രതീകമായിട്ട് ഇന്ന് ഞങ്ങളിത് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനൊരു സത്യം പറഞ്ഞ ഇങ്ങനൊരു കാളവണ്ടി എങ്ങും ഒരുപാടിടത്തൊന്നും ഇല്ല. ചുരുക്കം അങ്ങും ഇങ്ങുമൊക്കെ ഉള്ളൂ. അതെ ഉള്ളൂ. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കാളയ്ക്ക് ലാടടിക്കുന്നതും. അതെ എൻ്റെ ചെറുപ്പത്തിൽ അതിന് നടക്കണമെങ്കിൽ അതുകൊണ്ടുണ്ട്. ഇപ്പോഴും അത് തന്നെ ഇല്ലാതെ പറ്റത്തില്ല. ഇല്ല, കുറച്ച് ദൂരമൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലാടമില്ലാതെ പിന്നെ പറ്റത്തില്ല. അല്ലെങ്കിൽ കാലിൻ്റെ കുളമ്പ് പൊട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര ചിലവാണ് ഇന്നത്തെ കാലത്ത്. ഇത് നമ്മൾ കൊണ്ടു നടക്കണമെങ്കിൽ പിന്നെ ആ പഴയ ഒരു ഓർമ്മയ്ക്ക് അച്ഛൻ്റെ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അച്ഛനൊക്കെ പഴയ കാലം മുതൽ ഇത് ഞങ്ങളുടെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇത് കൊണ്ട് വെച്ചാനും പിന്നെ ഞങ്ങളുടെ വല്യപ്പന്മാരുടെ കാലം മുതൽ ഇത് ഉണ്ടായിരുന്നതാണ്. അവർക്ക് പാരമ്പര്യമായിട്ട് 5-6 വണ്ടിയും കാളയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ആ ഒരു ഓർമ്മയായിട്ട് ഇന്നും ഇത് സൂക്ഷിച്ചു കൊണ്ട് കിടക്കുകയൊക്കെയാണ്. ചിലവോ കാര്യങ്ങളോ ഒന്നും കണക്കൂടുതൽ. ഇന്നിപ്പം നല്ലൊരു വണ്ടിയൊക്കെ പണിതിറക്കി വരണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപയോളം ഒക്കെ ആവും. പുത്തൻ വണ്ടി പണിതിറങ്ങി വരുമ്പം. ആൾക്കാരും ഇല്ല സാറേ. അവരെല്ലാം മറിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ പണി അറിയാവുന്നവരൊന്നും ആരും ഈ നാട്ടിലൊന്നും ഇല്ല. പിന്നെ ഇത് കളയാതെ സൂക്ഷിച്ച് വല്ല മെയിൻ്റനൻസ് പണിയൊക്കെ വന്നാൽ വല്ല നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ള ആശാരിമാരെ കൊണ്ട് വല്ലോ അതുപോലെയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തൊക്കെ കൊണ്ട് നടക്കുക എന്നുള്ള, സൂക്ഷിച്ച് കളയാതെ കൊണ്ട് നടക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഇതുണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു. പുള്ളി മൺമറിഞ്ഞു പോയി. ആള് പോയി.
വെളിയിലെ മൊത്തം പടുതയൊക്കെ ഇട്ട് മറിച്ചിട്ട് ആ മഴയൊന്നും വന്നാൽ അതൊന്നും നനയത്തൊന്നുമില്ല എല്ലാം അതുപോലെയാണ് സൂക്ഷിച്ചിട്ടേക്കുന്നത് അതെ 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 ഓക്കെ ഏട്ടാ ശരി എന്നാൽ ആയിക്കോട്ടെ ഇത്രയും ഒരു കാര്യങ്ങൾ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഓക്കെ ഓക്കെ ശരി ആയിക്കോട്ടെ